എല്ലാവർക്കും നമസ്കാരം. ഇതിൽ പറയുന്നത് കർക്കിടക മാസം എടവക്കൂറിൽ പെട്ടിട്ടുള്ള കാർത്തിക മുക്കാല രോഹിണി മകീരം അര ഈ നക്ഷത്രക്കാർക്ക് എങ്ങനെ എന്നുള്ളതാണ് പറയുന്നത്. ചെറിയൊരു വിവരണം. ഈ രാശിക്കാർക്ക് തൊഴിലിൽ ഉന്നതി ഉണ്ടാവും, ധനാഗമനം നല്ലവണ്ണം അനുഭവപ്പെടുന്നതാണ് പറയണത്. ഈ സാങ്കേതിക വിദ്യയിലൊക്കെ സ്ത്രീ പുരുഷ ഭേദമെന്നെ വിജയമാണത്രേ. പഠനത്തിലൊക്കെ നല്ല വിജയം, ഉദ്യോഗത്തിൽ സ്ഥാന കയറ്റം. ഈ സന്താനങ്ങളെ പ്രതീക്ഷിച്ചിരുന്നവർക്ക് ചികിത്സ മൂലം നല്ല ഫലം ഉണ്ടാവും. നമ്മൾ ഷെയർ മാർക്കറ്റിലൊക്കെ ലാഭം ഉണ്ടാവുമെന്നാണ് പറയണത്. എന്നുകൊണ്ട് നമ്മളങ്ങനെ കൂടുതൽ കേട്ടു എന്ന് പറഞ്ഞിട്ട് ഇടണ്ട, പറയുക. ഈ പുതിയ ഗൃഹം, വാഹനം എന്നിവയൊക്കെ അനുഭവത്തിൽ വരുത്തറേ. വാങ്ങാനുള്ള ആഗ്രഹങ്ങൾ ഒക്കെ നമുക്ക് കൂടുതലായിട്ട് വരുന്നതാണ് പറയണത്. പിന്നെ ചെറുതായിട്ട് വീട്ടിൽ സമാധാനക്കുറവ് അനുഭവപ്പെടുത്തറേ. ചെറിയ രോഗങ്ങളൊക്കെ നമ്മളെങ്ങനെ അലട്ടുന്നതാണ് പറയണത്. ഈ ഭൂമി സംബന്ധമായിട്ട് ചെറിയ തർക്കങ്ങളൊക്കെ ബന്ധുക്കളായിട്ടൊക്കെ വരാമത്രേ. അതൊന്നും നമ്മൾ ശ്രദ്ധിക്കുക, പ്രധാനം. മുതിർന്നവർക്കൊക്കെ കുറച്ച് നല്ല കാലമാണെന്നാണ് പറയണത്. വലിയ അസുഖങ്ങളൊന്നും അങ്ങനെ കൂടുതലായിട്ട് ഉണ്ടാവില്ല. ഇതിന് ദോഷപരിഹാരമായിട്ട് സുബ്രഹ്മണ്യ സ്വാമിക്ക് പഞ്ചാമൃതം, ശാസ്താവിന് നീരാഞ്ജനം നടത്തുക, ദേവീക്ഷേത്ര ദർശനം നടത്തുക, പുണ്യക്ഷേത്രങ്ങളൊക്കെ ദർശനം നടത്തുക. ശക്തിക്കനുസരിച്ചുള്ള പരിഹാരം നമ്മൾ ചെയ്യുക. അത് ഉത്തമമാണ്. അടുത്തത് മിഥുനക്കൂറ് പറയാം.